ബഹിരാകാശ യാത്രകൾ എന്നും നമുക്കൊരു വെല്ലുവിളിയാണ്. മനുഷ്യനിർമ്മിതമായ ഒരു വസ്തുവും ഇതുവരെ നമ്മുടെ സൗരയൂഥം കഴിഞ്ഞു പുറത്തു പോയിട്ടില്ല. എന്തിനേറെ പറയുന്നു, സാങ്കേതികപരമായിട്ട് നമ്മൾ ഒരുപാട് പുരോഗമിച്ചുവെന്ന് പറയുമ്പോഴും ഏറ്റവും അടുത്തുള്ള നമ്മുടെ ചന്ദ്രനിൽ എത്തണമെങ്കിൽ പോലും ദിവസങ്ങളെടുക്കും. ഈയൊരു സാഹചര്യത്തിൽ പ്രകാശവർഷങ്ങൾക്കകലെയുള്ള മറ്റു നക്ഷത്രങ്ങളിലും ഗാലക്സികളിലുമൊക്കെ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഇതാണ് യാഥാർത്ഥ്യം. എന്നാൽ യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ ബഹിരാകാശ യാത്രകൾ ചെയ്യാൻ ഒരുപാട് പ്രതിസന്ധികൾ നിരത്തുമ്പോഴും സയൻസ് ഫിക്ഷൻ നമ്മളോട് പറയുന്നത് ബഹിരാകാശ യാത്ര എന്നത് വെറുമൊരു വിനോദം മാത്രമാണെന്നാണ്. അത്തരമൊരു സാങ്കല്പിക സിദ്ധാന്തമാണ് വേം ഹോൾസ്. പ്രപഞ്ചം നമുക്ക് വിലക്കിയിട്ടുള്ള പരിമിതികളെയൊക്കെ മറികടന്ന് പ്രപഞ്ചത്തിന്റെ ഏതറ്റത്ത് വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന സൈദ്ധാന്തികപരമായ ഒരു സംവിധാനമാണ് വേം ഹോൾ. എന്താണ് വേം ഹോൾസ് എന്നും അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. 1916 കാർൽ സ്വാർഷിൽഡ് എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ജനറൽ റിലേറ്റിവിറ്റി ഇക്വേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ബ്ലാക്ക് ഹോളുമായി ബന്ധപ്പെട്ട കുറച്ച് പുതിയ ഇക്വേഷൻസ് രൂപപ്പെടുത്തി. ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ അനന്തമായ സാന്ദ്രതയുള്ള ഒരു ഭാഗമുണ്ടായിരിക്കുമെന്നും ബ്ലാക്ക് ഹോളിൽ വീഴുന്ന ഒന്നും തന്നെ തിരിച്ചു വരില്ല എന്നുമൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇക്വേഷൻസ് ആയിരുന്നു അത്. ഈ ഇക്വേഷൻസിനെ ഉപയോഗിച്ച് ലുഡ്വിഗ് ഫ്ലാം എന്ന മറ്റൊരു ഭൗതിക ശാസ്ത്രജ്ഞൻ അതേ വർഷം തന്നെ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ഒരു പേപ്പറിൽ വേം ഹോൾസിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 1935 ഐൻസ്റ്റീനും നതാൻ റോസനും ചേർന്ന് ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ സിംഗുലാരിറ്റിക്ക് പകരം മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുകയും അങ്ങനെ വൈറ്റ് ഹോൾസ് എന്ന സിദ്ധാന്തം കണ്ടുപിടിക്കുകയും ചെയ്തു. ബ്ലാക്ക് ഹോളിൽ വീഴുന്ന എല്ലാം നേരെ ഒരു വൈറ്റ് ഹോളിലൂടെ പുറത്തു വരും. ഈ ബ്ലാക്ക് ഹോളിനെയും വൈറ്റ് ഹോളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് വേം ഹോൾസ്. വേം ഹോൾസ് എന്ന പദം പിന്നീട് കൊണ്ടുവന്നതാണ്. അന്ന് അവരതിന് നൽകിയ പേര് ഐൻസ്റ്റൈൻ റോസൻ ബ്രിഡ്ജ് എന്നായിരുന്നു. ഈ ഒരു സംഭവത്തിലൂടെയാണ് വേം ഹോൾസ് എന്ന സിദ്ധാന്തം രൂപം കൊണ്ടത്. വേം ഹോൾസ് എന്താണെന്ന് നിസ്സാരമായിട്ട് പറഞ്ഞാൽ സ്പേസിലുള്ള രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കമാണ് വേം ഹോൾസ്. ഇത് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണം ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമയിൽ കാണിക്കുന്നതാണ്. അതായത് ഒരു പേപ്പർ എടുത്ത് അതിൽ രണ്ട് പോയിന്റുകൾ രേഖപ്പെടുത്തണം. സാധാരണ രീതിയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്നത് ഒരു നേർവരയായിരിക്കും. എന്നാൽ ആ പേപ്പറിനെ വളയ്ക്കുകയും പോയിന്റുകളിൽ ദ്വാരമിടുകയും ചെയ്താൽ ആ ദ്വാരത്തിലൂടെ ഒരു പോയിന്റിൽ നിന്നും മറ്റു പോയിന്റിലേക്ക് സഞ്ചരിക്കാനാകും. അപ്പോൾ ആ രണ്ട് പോയിന്റുകൾക്കുമിടയിലുള്ള ദൂരം എന്നത് നേർവരയേക്കാൾ ഒരുപാട് കുറവായിരിക്കും. ഇവിടെ ഈ പേപ്പറിന്റെ സ്ഥാനത്ത് സ്പേസിനെയും ദ്വാരത്തിന്റെ സ്ഥാനത്ത് വേം ഹോളിനെയും സങ്കല്പിച്ചാൽ മതി. പക്ഷേ ഇതെങ്ങനെ പ്രാവർത്തികമാകും? ഇന്ന് നമ്മൾ സിനിമകളിൽ പലതരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള വേം ഹോൾസിനെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രജ്ഞർ ഇന്ന് പലതരത്തിലുമുള്ള വേം ഹോൾ സിദ്ധാന്തങ്ങളും രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും രണ്ടു തരം വേം ഹോൾസ് ഉണ്ട്: ലൊറൻഷ്യൻ വേം ഹോൾ, യൂക്ലിഡിയൻ വേം ഹോൾ. ജനറൽ റിലേറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വേം ഹോൾസ് ആണ് ലൊറൻഷ്യൻ വേം ഹോൾസ്. രണ്ട് തരം ലൊറൻഷ്യൻ വേം ഹോൾസ് ഉണ്ട്: ഐൻസ്റ്റൈൻ റോസൻ ബ്രിഡ്ജ്, സ്വാർഷിൽഡ് വേം ഹോൾ. സ്പേസ് ടൈമിനെ ഒരു പരന്ന പ്രതലമായിട്ട് സങ്കല്പിച്ചാൽ ബഹിരാകാശ വസ്തുക്കളുടെ മാസ് കാരണം ആ പരന്ന പ്രതലം വളയും. ഈ വളവ് കാരണമാണ് ഗുരുത്വാകർഷണ ബലം ഉണ്ടാകുന്നത്. ഒരു ബഹിരാകാശ വസ്തുവിനെ കംപ്രസ് ചെയ്താൽ, അതായത് അതിനെ ചുരുക്കിയാൽ അതിന്റെ സാന്ദ്രത കൂടും. അപ്പോൾ സ്വാഭാവികമായും അതിനു ചുറ്റുമുള്ള സ്പേസ് ടൈം കൂടുതൽ വളയും. വീണ്ടും വീണ്ടും ആ വസ്തുവിനെ കംപ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ അവസാനം അതിന്റെ ഡെൻസിറ്റി അനന്തമാവുകയും അതൊരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുകയും ചെയ്യും. ഈ ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസോൺ എന്ന മേഖല കഴിഞ്ഞ് അകത്തോട്ട് പോയാൽ പിന്നെ ഒന്നിനും പുറത്തു വരാൻ കഴിയില്ല. അകത്തോട്ട് പോകുന്ന എല്ലാ വസ്തുക്കളും അനന്തമായിട്ട് കംപ്രസ് ആവുകയും ബ്ലാക്ക് ഹോളിന്റെ മധ്യഭാഗത്തുള്ള സിംഗുലാരിറ്റിയിൽ എന്നേക്കുമായിട്ട് കുടുങ്ങിപ്പോവുകയും ചെയ്യും. ഐൻസ്റ്റൈനും റോസനും ചേർന്ന് ഈ സിംഗുലാരിറ്റി എന്ന ആശയത്തിന് പകരം മറ്റൊരാശയം സങ്കല്പിച്ചു. അതാണ് വൈറ്റ് ഹോൾസ്. ബ്ലാക്ക് ഹോൾസ് പ്രവർത്തിക്കുന്നതിന്റെ നേരെ വിപരീതമായിട്ടാണ് വൈറ്റ് ഹോൾസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നും ബ്ലാക്ക് ഹോളിലേക്ക് വീഴുന്നതെല്ലാം നേരെ മറ്റൊരു പ്രപഞ്ചത്തിലുള്ള വൈറ്റ് ഹോളിലൂടെ ആയിരിക്കും പുറത്തു വരുന്നത്. ഈ ബ്ലാക്ക് ഹോളിനും വൈറ്റ് ഹോളിനും ഇടയിലുള്ള പാലമാണ് ഐൻസ്റ്റൈൻ റോസൻ ബ്രിഡ്ജ്. നിർഭാഗ്യവശാൽ ഈ വേം ഹോളിന് ഒരു പ്രശ്നമുണ്ട്.
ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് തീരെ അൺസ്റ്റേബിൾ ആണ്, അതായത് തീരെ സ്ഥിരതയില്ലാത്തവ. അവ എപ്പോൾ വേണമെങ്കിലും അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വലിയ തോതിലുള്ള നെഗറ്റീവ് മാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സ്ഥിരതയോടെ നിലനിൽക്കുകയുള്ളൂ. ഒരുപക്ഷെ ഈ വേം ഹോളിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിലായിരിക്കും അത് അടഞ്ഞു പോകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ബ്ലാക്ക് ഹോളിന്റെ അകത്ത് നമ്മൾ എന്നേക്കുമായിട്ട് കുടുങ്ങിപ്പോകും. ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ കാൾ ഷ്വാർഷിൽഡിന്റെ ഇക്വേഷൻസിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് ഷ്വാർഷിൽഡ് വേം ഹോൾസ്. ഐൻസ്റ്റൈൻ റോസൻ ബ്രിഡ്ജിനു സമാനമായ പ്രവർത്തനമാണ് ഈ വേം ഹോൾസിന്റെയും. പക്ഷേ വ്യത്യാസം എന്നത് ഷ്വാർഷിൽഡ് വേം ഹോളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു വൈറ്റ് ഹോളിലൂടെ ആയിരിക്കും പുറത്തു വരുന്നത്. ഈ രണ്ടു തരം ലൊറൻഷ്യൻ വേം ഹോൾസിന്റെയും ഒരു കുഴപ്പമെന്നത് ഒരു വശത്തോട്ട് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ, അതായത് ബ്ലാക്ക് ഹോളിൽ നിന്നും വൈറ്റ് ഹോളിലേക്ക് മാത്രം. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഉപയോഗിച്ച വേം ഹോളിലൂടെ തിരിച്ചു വരാൻ കഴിയില്ല. രണ്ടാമത്തെ തരം വേം ഹോളാണ് യൂക്ലിഡിയൻ വേം ഹോൾസ്. ഇത് പാർട്ടിക്കിൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരം വേം ഹോളാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കോസ്മിക് സ്ട്രിങ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ഫ്രിഡ്ജിൽ നിന്നും ഒരു ഐസ് ക്യൂബ് എടുത്ത് സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ ഒരുപാട് ചെറിയ ചെറിയ വരകളും വിള്ളലുകളുമൊക്കെ കാണാൻ കഴിയും. അതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ വെള്ളം ദ്രാവക നിലയിൽ നിന്നും ഖരരൂപത്തിലേക്ക് മാറിയപ്പോൾ സംഭവിച്ച കുഴപ്പമാണ്. അതായത് ദ്രാവക രൂപത്തിലായിരിക്കുമ്പോൾ ജലത്തിലുള്ള ആറ്റംസ് എല്ലാം സ്വതന്ത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. അത് ഖരരൂപത്തിലേക്ക് മാറുന്ന സമയത്ത് ഈ ആറ്റംസ് എല്ലാം കൃത്യമായിട്ട് ഒരു പ്രത്യേക മാതൃകയിൽ വരിനിരക്കും. അങ്ങനെയാണ് അത് ഐസ് ആയിട്ട് മാറുന്നത്. ഈ ആറ്റംസ് എല്ലായിടത്തും ഒരേ രീതിയിലായിരിക്കില്ല വരിനിരക്കുന്നത്. കുറച്ചു ദൂരം ആറ്റംസ് ഒരു ദിശയിൽ വരിനിരക്കുമ്പോൾ അതിനപ്പുറത്തുള്ള ആറ്റംസ് നിൽക്കുന്നത് വേറൊരു ദിശയിലോട്ടായിരിക്കും. അങ്ങനെയാണ് ഐസ് ക്യൂബിലുള്ള വരകൾ ഉണ്ടാകുന്നത്. ഈ വരകളുടെ ഒരു വശത്തുള്ള ആറ്റംസ് ഒരു ദിശയിലും മറുവശത്തുള്ള ആറ്റംസ് മറ്റൊരു ദിശയിലോട്ടുമായിരിക്കും നിൽക്കുന്നത്. ഇതുപോലെ തന്നെ പ്രപഞ്ചമുണ്ടായ സമയത്ത് സ്പേസ് ടൈം എന്നത് വളരെ ചൂട് കൂടിയ ഏകദേശം ഒരു ദ്രാവക രൂപം പോലെയുള്ള അവസ്ഥയിലായിരുന്നു. ശേഷം ചൂട് കുറഞ്ഞു വന്നപ്പോഴാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. ജലം ദ്രാവക രൂപത്തിൽ നിന്നും ഖരരൂപത്തിലേക്ക് മാറിയപ്പോൾ ഐസ് ക്യൂബിൽ ചെറിയ വിള്ളലുകളും വരകളും വീണതുപോലെ സ്പേസ് ടൈം ചൂടുള്ള അവസ്ഥയിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറിയപ്പോൾ സ്പേസ് ടൈമിലും ചെറിയ വിള്ളലുകൾ വീണിട്ടുണ്ടായിരിക്കും. ഈ വിള്ളലുകളെയാണ് കോസ്മിക് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഈ കോസ്മിക് സ്ട്രിങ്ങും സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള സ്ട്രിംഗ് തിയറിയിലുള്ള സ്ട്രിങ്ങും ഒന്നാണെന്ന് കരുതരുത്. രണ്ടും വ്യത്യസ്തമാണ്. കോസ്മിക് സ്ട്രിംഗ് എന്നത് തൽക്കാലം ഒരു സിദ്ധാന്തം മാത്രമാണ്. എന്തായാലും കോസ്മിക് സ്ട്രിങ്സ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുകയായിരിക്കും. മാത്രമല്ല അതിനുള്ളിലുള്ള സ്പേസ് ടൈം അത്യധികം വളഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കോസ്മിക് സ്ട്രിങ്ങിന്റെ ഉള്ളിൽ പ്രവേശിക്കാനായാൽ അതിലൂടെ പ്രപഞ്ചത്തിന്റെ മറ്റേതെങ്കിലും സ്ഥലത്ത് പോകാനും കഴിയും. ഇതാണ് ശരിക്കും കോസ്മിക് വേം ഹോൾസ് അഥവാ യൂക്ലിഡിയൻ വേം ഹോൾസ്. പക്ഷേ ഇതിനൊരു വലിയ പോരായ്മയുണ്ട്. കോസ്മിക് സ്ട്രിങ്സ് എന്നത് വളരെ വളരെ വലിപ്പം കുറഞ്ഞ വസ്തുവാണ്. ഒരു ആറ്റത്തിന്റെ അത്ര വലിപ്പം പോലും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് പ്രോട്ടോൺസ് പോലെയുള്ള ചെറിയ കണികകൾക്ക് മാത്രമേ കോസ്മിക് വേം ഹോൾസിലൂടെ സഞ്ചരിക്കാൻ കഴിയൂ. വേം ഹോൾസിന്റെ മറ്റൊരു പ്രത്യേകത അതുപയോഗിച്ച് ടൈം ട്രാവലിംഗ് ചെയ്യാൻ കഴിയും. കാരണം സ്പേസ് ടൈമിനെ വളയ്ക്കുമ്പോൾ ഒപ്പം സമയവും വളയും. എന്തെന്നാൽ സ്പേസും ടൈമും ഒന്നായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സ്പേസ് എന്ന് മാത്രം പറയാതെ സ്പേസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും വേം ഹോളിലൂടെ സഞ്ചരിക്കുന്നവരുടെ ആപേക്ഷിത സമയം വേം ഹോളിന് പുറത്തുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഈ വ്യത്യാസം ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അതായത് ഭാവിയിലോട്ടായിരിക്കുമോ അതോ ഭൂതകാലത്തിലോട്ടായിരിക്കുമോ ടൈം ട്രാവൽ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും വേം ഹോൾസ് എന്നത് തൽക്കാലം ഒരു സിദ്ധാന്തം മാത്രമാണ്. പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വേം ഹോൾസ് ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ വിനോദവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.